ഹലോ, വെൽക്കം ടു ബിന്ദുസ് നെസ്റ്റ്. ശരി, അതാണോടാ ആദ്യം. എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇടാത്തത് എന്ന്. ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു. തന്നു പുറയിലുണ്ട്, ചിലപ്പോ എത്തി നോക്കും, ചിലപ്പോ ഞാൻ എപ്പോഴും വീഡിയോസ് ഇടാത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫഷൻ ഇതല്ല ആക്ച്വലി മെയിനായിട്ട്. പക്ഷേ ഇതെൻ്റെ പാഷനാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. കീനുണ്ട് കേട്ടോ, നമ്മുടെ കീനുവിന് നമ്മൾ ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കെയിൻ കൊണ്ട്. അവൻ അതില് ഹാപ്പിയാണ്. പിന്നെ ഒന്ന് കാണിച്ചു കുഞ്ഞാ. അപ്പൊ നമ്മള് ലാസ്റ്റത്തെ വീഡിയോയില് എല്ലാവരും ചോദിച്ചതനുസരിച്ച് യൂട്യൂബ് വീഡിയോസിനെ കുറിച്ചൊക്കെയാണ് പറയാൻ പറഞ്ഞത്. കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ബിന്ദുസ് നെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 2019 ഭയങ്കര ഇഷ്ടമായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ബിസിനസ് ആയിട്ടൊന്നും ഇന്നേ വരെ കണ്ടിട്ടില്ല. പിന്നെ ഒരു പാഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമാണ്, വീഡിയോസ് എടുക്കാൻ ഇഷ്ടമാണ്, മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാം ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ പിന്നെ സന്തു തന്നും ഇക്കാര്യത്തിൽ യാതൊരു ഹെൽപ്പും ഇല്ലായിരുന്നു കേട്ടോ. അത് തുടക്കം തൊട്ട് ഇപ്പൊ വരെ അങ്ങനെയാണ്. ഇവർ വീഡിയോസ് എടുത്ത് തരാറില്ല, ഇവരെന്റെ ഫോട്ടോസ് എടുത്ത് തരാറില്ല. ഇവർക്ക് അതിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അതാണ് സത്യം. അപ്പോൾ നമ്മളെ തന്നെ എടുക്കണം, നമ്മളെ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം പറയണം, മറ്റുള്ളതെല്ലാം അപ്പൊ എല്ലാം നമ്മൾ അങ്ങനെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എടുത്തോണ്ടിരിക്കുന്നത്. ഡെയിലി വ്ലോഗ്സ് ഇടാനുള്ള സമയം കിട്ടാറില്ല. എല്ലാവർക്കും അതാണ് കാണാൻ ഇഷ്ടം. പക്ഷെ എനിക്ക് എന്താണ് ഞാൻ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് നമ്മളുടെ ലൈഫില് ഹാപ്പിനെസ് തരുന്ന കുറേ നല്ല കാര്യങ്ങൾ കാണിച്ചു തരിക, അല്ലെങ്കിൽ പറഞ്ഞു തരിക. എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നും, എൻ്റെ ഫാമിലി ലൈഫിൽ നിന്നും, എൻ്റെ ഒഫീഷ്യൽ ലൈഫിൽ നിന്നും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളതായ എക്സ്പീരിയൻസസ് എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഫോളോ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. 2019 തൊട്ട് 2025 വരെ വെച്ച് നോക്കുവാണെങ്കിൽ 6 years ആയി. ഏപ്രിലായിരുന്നു ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടത്. വാച്ചവേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ബാക്കി കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല. കാരണം അതെൻ്റെ ഒരു മോട്ടീവല്ല. അതുകൊണ്ട് തന്നെയാണ് യാത്രകൾ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. വലിയ യാത്രകളൊന്നും നമ്മളധികം നടത്തിയിട്ടില്ല. നടത്തിയ സമയങ്ങളിലൊന്നും നമ്മൾ വീഡിയോസ് അധികം എടുത്തിട്ടുമില്ല. നമ്മൾ എടുക്കുന്ന ഫോട്ടോസ്, നമ്മൾ എടുക്കുന്ന വീഡിയോസ് എല്ലാം ഈ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്കത് നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് കാണാൻ പറ്റുമല്ലോ. എന്താ പറയുക, എപ്പോഴാണ് യൂട്യൂബ് ചാനലൊക്കെ നിൽക്കാൻ പോണെന്നും നമുക്കറിയില്ല. എങ്കിലും നമ്മളുടെ ഈ പഴയ ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ. അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ധൈര്യമായിട്ട് ഇടുന്നത്. ലോങ് വീഡിയോസാണ് ഞാൻ ഇടാൻ എനിക്ക് മടി തോന്നാറുള്ളത് കേട്ടോ. ഷോർട്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പണ്ടേ സബ്സ്ക്രൈബ് ചെയ്തവർ പിന്നെ കാണുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എല്ലാവരും അവരവരുടേതായ തിരക്കുകളിലാണ്, അറിയാം. എങ്കിലും ബിന്ദുസ് നെസ്റ്റ് മലയാളം എന്നൊന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക, സെർച്ച് ചെയ്ത് നോക്കുക. എല്ലാവരും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് അൺസബ്സ്ക്രൈബ് ആയി പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഒന്നും കൂടെ നോക്കുക. തിരക്കില്ലാത്ത സമയങ്ങളിൽ ബിന്ദുസ് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടെന്നും അതൊരു കൊച്ചു ചാനലാണെന്നും നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഒരു ഫാമിലിയാണെന്നും കരുതി ഇടയ്ക്കിടയ്ക്ക് കാണുക. നിങ്ങൾ പുതിയ സജഷൻസ് എല്ലാം തരിക. വായിച്ചതും കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളങ്ങനെയുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ളതും ചെയ്യുന്നതും ഇനി ചെയ്യാനിരിക്കുന്നതും. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ വലിയ ഇഷ്ടമാണ്. കാരണം നമ്മളുടെ ലൈഫ് സ്കിൽസ് എന്ന് പറയാൻ പറ്റിയ കുറേ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്.
അപ്പം അങ്ങനെ മോട്ടിവേഷണൽ ചാനലിൽ നിന്ന് തുടങ്ങിയ നമ്മളുടെ ചാനൽ ഇപ്പം പിന്നെ പലരുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കൊണ്ട് നമ്മളതെന്തായി ട്രാവൽ വ്ളോഗ്സായി മാറി, നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായി മാറി. അപ്പം അതാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് പിന്നെ നമ്മൾ വീഡിയോസ് എല്ലാം ആ രീതിയിലേക്ക് വന്നത്. ഇപ്പം മിക്ക യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണ്. അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള കണ്ടന്റ്സ് ആയിരിക്കില്ല അവർക്ക് പിന്നീട് വരുന്നത്. അതായത് നമ്മളുടെ ഏത് വീഡിയോസിനാണ് കൂടുതൽ വ്യൂസ് ഉള്ളത് എന്നൊക്കെ അനുസരിച്ചിട്ട് ഇടുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫ്രണ്ട്സിനെ കിട്ടുക, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കൂടുക. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടിപ്പം എല്ലാം ഇടാറുണ്ട്. അവിയൽ പരുവായിട്ട് എല്ലാം വരാറുണ്ട്. ചിലതെല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്, ചിലതിന് ചില നിർദ്ദേശങ്ങൾ എല്ലാവരും തരാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. എല്ലാവരും സന്തു എപ്പോഴും അങ്ങനെ പറയാറ്, ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളത്. നല്ലൊരു ക്രിട്ടിക്ക് സന്തു തന്നെയാണ്. സാധനങ്ങളെല്ലാം സന്തു മേടിച്ചു തന്നുണ്ട് കേട്ടോ, ആക്സസറീസ് എല്ലാം. അതായത് ട്രൈപോഡുകൾ, പിന്നെന്താ നല്ല നമ്മളിപ്പോൾ എടുക്കുന്നത് ഫോണിലാണ്, DSLR വാങ്ങിച്ചു തന്നിട്ടുണ്ട്, GoPro വാങ്ങിച്ചു തന്നിട്ടുണ്ട്. എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യാനുള്ള എല്ലാ സാധന സാമഗ്രികളും സന്തു എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഞാനത് യൂസ് ചെയ്യാത്ത കുഴപ്പമേ ഉള്ളൂ. പിന്നെന്താണ്, വീഡിയോസിലൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി, പണ്ടൊന്നും അങ്ങനെ അധികം വരില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ, മുല്ലപ്പും പൊടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ട സൗരഭ്യം. അങ്ങനെ അപ്പം അതുകൊണ്ട് ഇപ്പോൾ സന്തുവിന് കുഴപ്പമൊന്നുമില്ല, സന്തുവിന് ഇഷ്ടമാണ്. സന്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എത്ര നേരം വേണമെങ്കിലും ഡ്രൈവ് ചെയ്യും, പിന്നെ ഏതിലേ കൂടെ വേണമെങ്കിലും ഡ്രൈവ് ചെയ്യും. പോയിടത്തൂടെ തന്നെ പിന്നെയും പോകണമെന്നുണ്ടെങ്കിലും അതിനും യാതൊരു മടിയും കാണിക്കാത്ത ആളാണ്. അത് പറയാൻ കാരണം, നമ്മൾ എന്തെങ്കിലുമൊക്കെ മറന്നു വെച്ച് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും സാധാരണ തിരിച്ചു പോയിട്ട് ഇനി എടുക്കണ്ടേ എന്ന് വിചാരിക്കും. പക്ഷേ സന്തുവിന് യാതൊരു മടിയില്ല, വീണ്ടും തിരിച്ചു പോയി. അത് നമുക്ക് ചില സമയത്ത് ഗുണമാണ്, ചില സമയത്ത് അത് ടൈമൊക്കെ എന്താ പറയുക വേസ്റ്റ് ആക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും ഡ്രൈവിങ്ങിൻ്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല ഡ്രൈവ് ചെയ്യാനായിട്ട്. അത് നല്ലൊരു പോസിറ്റീവാണ് അല്ലേ. പിന്നെ ക്ഷമയുടെ രാജാവെന്ന് പറയാം. പിന്നെ എന്നെ സഹിക്കണമെങ്കിലും തന്നൂനെ സഹിക്കണമെങ്കിലും ഒക്കെ ക്ഷമ വേണമല്ലോ. അതുകൊണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷമാണ്. അതായത് ബിന്ദുസ് നെസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാനലും ബിന്ദുസ് നെസ്റ്റിലെ ബിന്ദു എന്ന് പറയുന്ന ഈ എന്നെയും എൻ്റെ ഫാമിലിയെയും എൻ്റെ സന്തുവിനെയും എൻ്റെ തന്നൂനെയും ഒക്കെ നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്താനും നിങ്ങളെ ഞങ്ങളോടൊപ്പം ചേർത്ത് നിർത്താനുമുള്ള ഒക്കെ ഒരു ഇഷ്ടം കൊണ്ടാണ് ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഒത്തിരി മെമ്പേഴ്സ് നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ വർത്തമാനം പറയാനും ഒത്തിരി ഇഷ്ടമാണ്, ബ്ല 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 അടിക്കാനും ഇഷ്ടമാണ്. സന്തു അധികം സംസാരിക്കാറില്ല. പിന്നെ തന്നു നോൺ സ്റ്റോപ്പ് സംസാരമാണ്. എന്നാൽ നമ്മൾ അവനോട് സംസാരിക്കാൻ പറഞ്ഞാൽ അവൻ സംസാരിക്കും. അതാണ് അവൻ്റെ സ്വഭാവം. ഓക്കെ, അപ്പം ഞാനായിരിക്കും കൂടുതൽ നിങ്ങളോട് ബ്ലാ ബ്ലാ അടിക്കുന്നത്. അങ്ങനെ കേട്ടോ. അപ്പം അതാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാ ബ്ലാ അടിക്കാൻ ഇഷ്ടമാണ്. എന്നാലും സഹിച്ചല്ലേ പറ്റുള്ളൂ, കെട്ടിപ്പോയില്ലേ എന്നാണ് എൻ്റെ മോൻ എന്നെ കമൻ്റ് അടിക്കുന്നത് കേട്ടോ. പക്ഷേ തന്നൂനേക്കാളും പാവം സന്തുവാണേ. അയിനി എന്ത് ചോദിച്ചാലും ചോദിക്കും. അയിനി ബിന്ദുസ് നെസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണേ, നല്ല നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി ഞാനിടുന്ന വീഡിയോസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എപ്പോഴാണോ ഓർക്കുക അപ്പോൾ ഒന്ന് ബിന്ദുസ് നെസ്റ്റ് മലയാളം എന്ന് സെർച്ച് ചെയ്യാം. ടൈപ്പ് ചെയ്തിട്ട് ഫുൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യണം. ഓക്കെ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ. സന്തു ബൈ. Bye bye.